നമസ്കാരം ഗൈസ്, ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പർ ഷോളയാറിലാണ്. ഞങ്ങൾ കാലത്തിന് ചീനിക്കാസിൽ പോന്നു. മറ്റേ ചീനിക്കാസ് കാലത്തിന് 6:45 ചാലക്കുടി നിന്നുണ്ട്. അപ്പോൾ ആ ബസ്സിന് ഞങ്ങളിങ്ങനെ പോന്നു. ഞങ്ങൾ ഡയറക്റ്റ് വാൽപ്പാറ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഷോളയാർ ഇറങ്ങി. എന്നിട്ട് അവിടെ ഇറങ്ങി അവിടുന്ന് ആ ഡാം കണ്ട് ഇങ്ങനെ പോരാൻ ബസ്സിനൊരു ചേഞ്ച്. കബാലി കാണുമെന്ന് വിചാരിച്ചു, പക്ഷെ കബാലിനെ കാണാൻ പറ്റില്ല. അവൻ കഴിഞ്ഞ ആഴ്ചയ്ക്കും ഈ ചീനിക്കാസ് ബസ്സിലേക്ക് അവൻ തടഞ്ഞിട്ടുണ്ടായിരുന്നു. തവണ അവനെ കണ്ടില്ല. അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗത്തേക്ക് വരും. ഇപ്പം ഇല്ല. ഹലോ ഗൈസ്, ഇപ്പം നേരം പരപര വെളുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ സമയം ഒരു 6 മണി. ഞങ്ങൾ ചീനിക്കാസ് ബസ് തേടി പോവാണ്. ഇത് ചാലക്കുടി സൗത്തിലെ പ്രൈവറ്റ് സ്റ്റാൻഡാണ്. ഞങ്ങൾ ഇവിടുന്ന് വാൽപ്പാറ ബസ്, ചീനിക്കാസ് ബസ് ഉണ്ട്. അപ്പോൾ അതിൽ വാൽപ്പാറയ്ക്ക് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചാലക്കുടിയിൽ നിന്ന് 6:45 ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചീനിക്കാസ് മലക്കാട് കിടക്കുന്നതാണ് ചീനിക്കാസ്. വാൽപ്പാറ ആ വഴി അങ്ങോട്ട് പോകാം. 6:45 ഇവിടെ എടുക്കും. അത് അതിരപ്പള്ളി, വാഴച്ചാൽ ചെക്ക് പോസ്റ്റ്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കുറച്ച് നേരം ചായ കുടിക്കാൻ നിർത്തും. പിന്നെ അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറയ്ക്കാണ്. ആ നിൽക്കുന്ന ചേട്ടനാണ് ബസ്സിൻ്റെ ഡ്രൈവർ. വണ്ടികളൊക്കെ അങ്ങനെ നിരത്തിയിട്ടൊക്കെയാണ്. അപ്പം ഞങ്ങളങ്ങനെ ബസ്സിൽ കയറിയിരുന്നു. ബസ് അപ്പോഴേക്കും ഫുള്ളായി. 6:45. ഇപ്പോൾ ഇവിടെയുള്ള ആകെ ഒരു അന്തർ സംസ്ഥാന വണ്ടി ഈ ചീനിക്കാസാണ്. ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ല രസമാണ്. കാടുകൾ, കാട്ടിക്കോടെ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു യാത്ര. ഇപ്പോൾ നമുക്ക് ഒരു റിസ്ക്കും കുറവാണ്. ഇപ്പോൾ ഇതിൽ ബസ്സിൽ പോയത് കൊണ്ട് ഇപ്പോൾ മിക്കവാറും കബാലിനെയൊക്കെ കാണാൻ പറ്റും. കബാലി എപ്പോഴും അവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ്. ഈ ചീനിക്കാസ് ബസ്സിന് തന്നെ കുറേ പ്രാവശ്യം ഇവൻ തടഞ്ഞിട്ടുണ്ട്. ഈ ചീനിക്കാസ് ബസ്സിന് തന്നെ ഏകദേശം ഈ അതിരപ്പള്ളി വെച്ചാൽ വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് തന്നെ ആനക്കയം ഭാഗത്തു നിന്നും 8 കിലോമീറ്ററാണ് ഈ ബസ്സിനെ റിവേഴ്സ് എടുപ്പിച്ചാൽ. റോഡ് ബ്ലോക്ക് ചെയ്ത് നിർത്തി. പിന്നെ ഒരു ആംബുലൻസിനെ ബ്ലോക്ക് ചെയ്ത് നിർത്തി. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പ്രത്യക്ഷപ്പെടും. അത്ര ഉപദ്രവകാരിയല്ല, എങ്കിലും ആൾക്കാർ പ്രകോപിപ്പിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവൻ വഴി തടയുന്നുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ അവൻ ഇതേമാതിരി തന്നെ 2-3 മണിക്കൂറോളം ഈ റോഡ് ബ്ലോക്ക് ചെയ്തു. എണ്ണപ്പനത്തോട്ടമായി കാണുന്നത്. ഇവിടേക്കും ആന വരാറുള്ളതാണ് ഈ ഏരിയയിൽ, വെറ്റലപ്പാറ ഏരിയയിൽ. എന്നിട്ട് മിക്കപ്പോഴും അവനവിടെ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ പോയപ്പോൾ അവനെ കാണാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത്തവണ അവനവിടെ വന്നില്ല. കഴിഞ്ഞ ആഴ്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ചീനിക്കാസ് ബസ്സിന് തന്നെ പല തവണ അവൻ തടഞ്ഞിട്ടുണ്ട്. ഇത് അതിരപ്പള്ളി ഇപ്പം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചീനിക്കാസ് ബസ്സിലെ യാത്ര ഒരു രസം തന്നെയാണ്. കാട്ടിക്കോട അങ്ങനെയുള്ള ഒരു യാത്ര. ഇത് അതിരപ്പള്ളിയാണ്. അവിടുത്തെ കടകളൊക്കെ ഓപ്പൺ ആയിട്ടില്ല. നേരം വെളുക്കണം, സമയമാവുള്ളൂ അതിരപ്പള്ളി തുറക്കാറായിട്ടില്ല. ഇത് അതിരപ്പള്ളിക്ക് വാഴച്ചാലിലേക്ക് പോകണ വഴി. ബസ്സിൽ കണ്ടക്ടർ ചേട്ടൻ ജോസേട്ടൻ. ഇത് ചാർപ്പയാണ്. ചാർപ്പ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ മലയിൽ മഴയുണ്ട്. അപ്പോൾ അത്ര അധികം നിറഞ്ഞ കവിയല്ലെങ്കിലും അത്യാവശ്യം ചാർപ്പയിൽ വെള്ളമുണ്ട്. ബൈക്ക് റൈഡേഴ്സേക്കും കണ്ടമാനം ഇപ്പോൾ ഈ സമയത്തൂടെ പോകും. അപ്പോൾ വാഴച്ചാൽ 6 മണിക്ക് ശേഷമാണ് വണ്ടികൾ കടത്തി വിടാം. പിന്നെ ഇതിൽ പോകുമ്പോൾ നമുക്ക് വാഴച്ചാലിൽ ഒന്ന് ഹോൾട്ട് ചെയ്യും. അവിടെ നിന്ന് ചായ കുടിക്കുക, ടോയ്ലറ്റിൽ പോകാൻ. ഇത് വാഴച്ചാലാണ്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിൽ കയറിയിട്ട് അവിടെ ഒരു കടയുണ്ട്. അവിടെ നിർത്തും. ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാം, ചായ കുടിക്കാം, എന്തെങ്കിലും ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വാൽപ്പാറ നിർത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിക്കണം. പിന്നെ അതിനിടയ്ക്ക് നിർത്തില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ഹോട്ടലുകൾ. ഒരു ചെറിയൊരു ആലും അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഹോട്ടൽ ഞങ്ങളിവിടെ ഇറങ്ങി ചായയും പഴവും അത്യാവശ്യം കഴിച്ച് ആ കടയിൽ ഒരു പ്രതിഷ്ഠയുണ്ട്. അതാണ് വാഴച്ചാൽ. അവിടുന്ന് വെള്ളം ഇങ്ങനെ കൊണ്ടുപോകുക. പിന്നെ ആദിവാസികൾ താമസിക്കുന്നത്. ഞങ്ങളവിടെ നിർത്തു. വാഴച്ചാൽ നല്ല തണുത്ത കാലാവസ്ഥയിൽ മഴ ചാറിനിറക്കി മഴ വെള്ളം അത്യാവശ്യമുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആനപ്പിണ്ടങ്ങൾ കാണാം. ഫ്രഷ് ആനപ്പിണ്ടം. ഇത് ഒരു ആദിവാസി കോളനിയാണ്. അങ്ങോട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ കാര്യമാണ് കഷ്ടം. അവരൊക്കെ വല്ലയിടത്തേക്ക് ടൗണിലേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ
ഇടയ്ക്ക് ഇവിടുന്ന് വണ്ടികൾ അല്ലെങ്കിൽ അവിടെ ജീപ്പിൽ വരണം. ഈ ഭാഗത്തേക്ക് മിക്കവാറും ആനകളെ കാണാറുണ്ട്. വാഴച്ചാൽ ഞങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള മലനിരകളിൽ വന്നിങ്ങനെ മരങ്ങളിലേക്ക് തട്ടി നിൽക്കണ മാതിരി തോന്നും നമുക്ക്. ഈ പുലിമേട്ടിലേക്കും ആനകൾ മിക്കവാറും കാണാറുണ്ട്. ഞങ്ങൾ പോയിപ്പോൾ ഒരു ആനയും കണ്ടില്ല. സാധനം കപാലിനെ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ആനയും കണ്ടില്ല, ഒന്നിനും കണ്ടില്ല. മാനിനെയും കണ്ടില്ല, കുരങ്ങന്മാരെ കണ്ടു. ഇത് പെൻസ്റ്റോക്ക് പൈപ്പ്. ഈ ഭാഗത്തേക്കും പുലികളൊക്കെയും ഉണ്ടാവാറുള്ള ഏരിയ ആണ് ഇതൊക്കെ. ഈ ബസ്സിൽ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല പഴയ പാട്ടുകൾ വെച്ചിട്ട് നല്ല രസമാണ്, നല്ലൊരു ഫീലാണ് ആ ഒരു യാത്ര. ഇപ്പം നമുക്ക് വല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അവർ നിർത്തി തരും കേട്ടോ. നമുക്കങ്ങനെ ഇറങ്ങി വ്യൂ ചെയ്യാം. നമ്മൾ എത്തിയപ്പോൾ പോണ വഴിക്ക് ഒരു ഡാം കണ്ടു. ആ ഡാമിൻ്റെ അവിടെ നിർത്തി ഞങ്ങൾക്ക് ഇറങ്ങി വ്യൂ ചെയ്യാം, പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. അതിന് ശേഷം അവിടെ വണ്ടി ഒരു 10 മിനിറ്റൊക്കെ നിർത്തുള്ളൂ. വണ്ടി വാൽപ്പാറ എത്തണ്ടേ. എന്നിട്ട് തിരിച്ച് 15 മിനിറ്റ് ഹോൾട്ടുള്ളൂ മറ്റേ വാൽപ്പാറയിൽ. അവിടെ നിന്ന് തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറോളം കഴിഞ്ഞാൽ തിരിച്ചു പോരും. അപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്തു. ഞങ്ങൾ നേരെ വാൽപ്പാറ കാണാൻ കാര്യമായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല, തേയിലുണ്ട്. പക്ഷേ ഞങ്ങൾ നേരെ അപ്പർ ഷോളയാർ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ ഇത് ഡാമിൻ്റെ റിസർവോയറാണ്. അവിടെ എല്ലാവരും ഞങ്ങളൊന്ന് കുറച്ച് നേരം നിർത്തും, ഒരു 10 മിനിറ്റ് നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാം. അവിടെ നിന്ന് പോവാം. അവിടെയൊക്കെ ഒരു ദ്വീപ് മാതിരി ഉണ്ട്. അവിടെയൊക്കെ നല്ല രസമാണ്. അവിടേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഡാമിൻ്റെ. ചിനിക്കോസ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനും നല്ല മഴക്കാർ നന്നായിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയും വീഡിയോ ഒക്കെ എടുത്ത് നൈസായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി കയറി. അപ്പോഴേക്കും ഡ്രൈവർ ചേട്ടൻ അവിടെ നിന്ന് ഹോൺ അടിക്കാൻ തുടങ്ങി. വണ്ടി എടുക്കുകയാണ്. നല്ല വ്യൂ അവിടെ നിന്നൊക്കെ കാണാനായിട്ട്. കാട്ടിലേക്ക് ആനയുണ്ടാവും. പിന്നെ പോകുമ്പോൾ ചെറിയ ചെറിയ അരുവികളിൽ മഴ ചാറുണ്ടല്ലോ. അപ്പോൾ മലയിൽ നിന്നുള്ള മഴ ചാറുമ്പോൾ മലയിൽ നിന്നുള്ള വെള്ളം ഒലിച്ചിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ എപ്പോഴും ആകാംക്ഷയോട് കൂടി ഇരുന്നത് എപ്പോൾ വേണമെങ്കിൽ ആന ഫ്രണ്ടിൽ വരാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നിനെ കാണാൻ പറ്റിയില്ല. വണ്ടി ഞങ്ങൾ ഇറങ്ങി കയറിയപ്പോൾ തന്നെ ഇവിടുന്ന് ഫുള്ളായിട്ടോ. നേരത്തെ സീറ്റ് പിടിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് സീറ്റ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പോൾ ഈ ബസ്സിലാണ് പത്രവും ഇപ്പോൾ അവിടെയുള്ള ഫോറസ്റ്റുകാരായാലും പത്രം തന്നെ കൊടുക്കുന്നത് ഈ ബസ്സിലാണ്. പത്രവും പച്ചക്കറി സാധനങ്ങൾ അങ്ങോട്ടുള്ളത് അതൊക്കെ ഈ ബസ്സിലാണ് പോണത്. ആകെയുള്ള അന്തർസംസ്ഥാന ചീനിക്കാസ്. ഇതൊക്കെ തേയിലകളാണ്. നല്ല രസം. ഇപ്പോൾ ഈ സമയം കൊണ്ട് കോട കുറവായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി എൻ്റെ പൊന്നെ ഈ മലക്കപ്പാറ ഭാഗത്ത് ഭയങ്കര കോടയായിരുന്നു. ഒരാളെ അങ്ങോട്ടും കാണാൻ പറ്റില്ല, ആ ലെവലായിരുന്നു. ഇതൊരു ചെറിയൊരു അമ്പലം. ഇവിടേക്ക് മയിലിനെ കാണാണ്ട. സൂക്ഷിച്ച് നോക്കി മയിലൊക്കെ ഉണ്ട് ഇവിടെ. നല്ല തേയിലത്തോട്ടം. ഇവിടെയൊക്കെ നല്ല തണുത്ത അന്തരീക്ഷം കേട്ടോ. ഇപ്പോൾ വെയിലുണ്ട്, പക്ഷെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും. ഇപ്പോൾ വെയിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഴ ചാറാൻ തുടങ്ങും. പിന്നെ ഡ്രിസ്ലിംഗാണ് എപ്പോഴും. ചെറിയ അരുവികൾ. ഇത് ഷോളയാർ, അതിൻ്റെ താഴത്തെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഷോളയാർ ഇറങ്ങി അതിൻ്റെ മുകളിൽ ഇറങ്ങാം. മുകളിൽ ഇറങ്ങിയിട്ട് അവിടെ മോൾ ഭാഗം വ്യൂ ചെയ്തിട്ട് താഴേക്ക് വരാമെന്ന് ചോദിച്ചു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ട് അപ്പർ ഷോളയാറിൻ്റെ മുകളിൽ ഇറങ്ങി. അവിടെ കടകളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ ഇറങ്ങി പതുക്കെ നടന്ന് ഡാമിൻ്റെ ഏരിയയിലേക്കൊക്കെ നടന്ന് ആ ഡാമിൻ്റെ അവിടെ കാണാം. വെള്ളം കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പർ ഷോളയാർ ഡാം ഈ സമയത്തേക്കും വെള്ളം പ്രശ്നമുണ്ടാക്കിയാണ്. പക്ഷേ മഴ പ്രശ്നം ഉണ്ടാക്കിയാണ് ഇല്ല. അത് കാരണം അത്ര കാര്യമായിട്ടൊന്നുമില്ല. നടുക്കൊക്കെ പാറ കാണുന്നു. പക്ഷെ 2018 വിധം മാറിയതാണ്. നിറഞ്ഞ് കവിഞ്ഞ് ആകെ തവിട് പൊടിയാക്കിയതാണ് ഈ ഡാമിലേക്ക്. നേരെ നമ്മളോടേക്ക് പോരാ ലോവർ ഷോളയാർ. ഇപ്പോൾ കാര്യമായിട്ട് വെള്ളമില്ല. ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ നേരെ തുറന്നു വിടും. അത് നമ്മുടെ ഷോളയാറിലെത്തും. അവിടെ നിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുഴയിലേക്ക് ചാലക്കുടി പുഴയിലേക്ക് വെള്ളം തുറന്നു വിടാം.
മഴക്കാര് വന്നിട്ടുണ്ട്. അത് ഗാർഡനാണ്. ഫുൾ ആ ഏരിയയിലേക്ക് കോടയുണ്ട്. ഞങ്ങൾ ചുമ്മാ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ഇത് വീഡിയോ. ഈ സമയത്ത് മഴയില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ട്. ചുറ്റും മലകളാണ്. അത് അതിനിടയിൽ ഗാർഡനാണ്. അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ ഇറങ്ങാം. ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ നിന്നില്ല, അതിന് സമയമില്ലല്ലോ. ആകെ 2 മണിക്കൂർ സമയം കിട്ടുക. ഞങ്ങളതിന് ശേഷം അവിടെ ഒരു ചേട്ടൻ ചായയും ചെറുകടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു. ഞങ്ങൾ ഇന്ന് 2 ഓംലെറ്റ് അടിച്ചു, ഒരു ചായ കഴിച്ചു. പിന്നെ മീനുകൾ ഇങ്ങനെ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളാണ് ഈ തൂക്കിയിട്ടാണത്. അത് നമുക്ക് ഇപ്പം മുളകൊക്കെ ഇട്ട് വച്ചേക്കണേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മീനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പതുക്കെ ഇറങ്ങി ഡാമിൻ്റെ താഴേക്ക് പോകാമെന്ന് വെച്ചു. അവിടെയാണ് ആ വഴിക്ക് തിരിച്ചു വരുമ്പോൾ ചീനിക്കാസിൽ തന്നെ തിരിച്ച് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ അതിലെ പതുക്കെ നടന്നു. പിന്നെ അവിടെ ചെറിയ മാർക്കറ്റൊക്കെ ഉണ്ട്, ഷോളയാർ മാർക്കറ്റ്. അവിടേക്ക് ഒന്ന് കറങ്ങി. ഇവിടെ അടുത്താണ് മാർക്കറ്റ്. അപ്പോൾ അവിടേക്ക് പോകാൻ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ മേടിക്കാണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ആകുമ്പോൾ കഴിഞ്ഞാൽ മാർക്കറ്റായി. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിന് വരാനായിട്ട് ഏകദേശം 2 മണിക്കൂർ. അവൻ വാൽപ്പാറയിൽ പോയി കുറച്ച് നേരം ഹോൾട്ട് ചെയ്തിട്ട് അവൻ തിരിച്ചു വരും. ആ ബസ്സിന് ഞങ്ങൾ തിരിച്ചു പോകണം. ബസ് കാലത്ത് 6:45 ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ 10:45 ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഷോളയാറിൻ്റെ അവിടെ വരും. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ ഡാമിൻ്റെ അവിടെ പോവാം. മാർക്കറ്റിലേക്ക് ജസ്റ്റ് ഇതുമാതിരി കുറച്ച് നേരം നടക്കാം. ഒരു വെള്ളച്ചാട്ടം. ഇതൊന്നല്ല, നല്ല മഴക്കാലത്ത് ഇവിടേക്ക് ഫുൾ വെള്ളമായിരിക്കും. മലയെന്ന് പറഞ്ഞ വെള്ളം. എവിടെ അത് മറ്റേ ഇനി ചക്കയാണോ? ആ ഓക്കെ. ഈ ചക്ക എപ്പോഴാണ് കണ്ടേ? താമരശ്ശേരി ചുരം മൊയ്തീന് ചെറിയ സ്ക്രൂ ഡ്രൈവർ. മയിൽ ഷോളയാർ ഡാം. നമ്മൾ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ റോഡ് സൈഡിൽ കൂടെ കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ഇതിലാണ് വെള്ളം തുറന്നു വിടണം. ഡാമിൽ ഓവർഫ്ലോ വരുമ്പോൾ ഈ വഴിക്ക് തുറന്നു വിടും. ഇത്തവണ മഴ അധികം സ്ട്രോങ് അല്ലാത്ത കാരണം വെള്ളം കുറവാണ്. അപ്പോൾ അത് കാരണം വെള്ളം തുറന്നു വിട്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിലിങ്ങനെ വെള്ളം ചാർന്ന കാണാം. ഒരു രസം തന്നെയാണ്. ഇവിടെയൊക്കെയും ഗാർഡന്മാർ സെറ്റ് ചെയ്തിട്ട് മാൻ ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. കാട്ടുപോത്ത്. മഴ തുടങ്ങി. അയ്യോ പണിപാളി. തവണപ്പാലം. മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. മഴ നന്നായിട്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഡാമിൽ വെള്ളം ഓവർഫ്ലോ കഴിഞ്ഞാൽ ഇതിലേ തുടങ്ങുള്ളൂ. പണ്ടത്തെ എന്തോ ഒരു പാലുണ്ട്. ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കാം. പൈസ ഓക്കെ. അവിടേക്ക് നീങ്ങിക്കാം. ഞാൻ ഒതുക്കി നിർത്തിക്കോട്ടെ. അതാണ് ഞാൻ പറഞ്ഞ
ആട്ടിൻകുട്ടന്മാർ ലൈനായിട്ട് പോകുന്നുണ്ട്. അവിടേക്ക് കോട വന്നിട്ട് നടന്നേക്കണ്ട. കോട അടിയിലേക്ക് വന്നേക്കണു. ആ മരത്തുമ്പോൾ ഓരോ മുട്ടിയുണ്ട് കോട. അതിനിടയ്ക്ക് ഈ മഴ പെയ്ത് ആകെ ചളായി. ഇപ്പോൾ ചീനിക്കിൽ പോയിട്ട് 12:45 തിരിച്ചു വരും. അപ്പോൾ അതിൽ കയറി തിരിച്ചു പോകണം. അപ്പോൾ ഒരു 5 മണിയാകുമ്പോൾ കൂടപ്പുഴ നമ്മുടെ അവിടെ എത്തും. ഷോളയാർ ഡാം പരിസരത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്താ പാർക്കുമാർ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മാൻ, പുലി അതിൻ്റെയൊക്കെയും ഒരു വിഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആനയുടെ തല, ഒരു കവാടം, വലിയൊരു കവാടം വരുന്നുണ്ട്. അടുത്ത കൊല്ലം കഴിയായിരിക്കും. ഒരു അമ്മേനെയും കുഞ്ഞാനെയും. കബാലിയാണിത്, കബാലി. ഇത് മലക്കപ്പാറയാണ്. ഞങ്ങളവിടുന്ന് ബസ് ഒരു 12:45 അവിടുന്ന് ബസ് എടുത്തു. അങ്ങനെ വന്നിട്ട് മലക്കപ്പാറ ഇവിടെ ആണ് ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് നേരം ഹാൾട്ട്. ഇവിടെ കടകളിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കാം. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി ഫുഡ് കഴിച്ചു. ഞാൻ കാര്യമായിട്ട് കഴിച്ചില്ല, അവർ രണ്ടുപേരും ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ചുമ്മാ കുറച്ച് വീഡിയോ എടുത്തു. നല്ല ക്ലൈമറ്റ്. മഴ അങ്ങനെ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ വെയിലുണ്ട്. നമ്മളൊന്ന് വണ്ടി ചീനിക്കാസ്. അപ്പോൾ അവിടേക്കും വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ ഫുഡ് കഴിക്കാനെങ്കിലും കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു രസം മോനെ. മൊത്തം കോടയുടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഒരാളെ അപ്പുറത്തോട്ട് കാണാൻ പറ്റില്ല. അത്ര അത് ഈ മഴ പെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. മഞ്ഞും കോട വരണം. ഭയങ്കര കോട വെച്ചാൽ ഒരാളെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല. വണ്ടി തന്നെ പോകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് നേരെ വരുന്ന വണ്ടിയുടെ ആ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ പോണത്. ഭയങ്കര വല്ല ആന ഫ്രണ്ട് ചാടിയാലും നമുക്ക് കാണാൻ പറ്റില്ല. ഇതൊക്കെയാണ് അവിടുത്തെ ഹോട്ടലുകൾ. അതിൻ്റെ മറ്റൊന്നുമില്ലാത്ത ഫുഡ്. ഭയങ്കര റേറ്റും ഉണ്ടോ ഫുഡ്. അതാണ് ഈ പ്രശ്നം. ഫുഡ് കാര്യമായിട്ട് ടേസ്റ്റും ഇല്ല, പക്ഷെ റേറ്റും ഉണ്ട്. 2 ചേച്ചിമാർ നടത്തുന്ന സംഭവമാണത്. അത് വിചാരിച്ച മാതിരി ഒരു ഗുമ്മിലുണ്ടായില്ല. അപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കാൻ കയറി. ഞാനവിടെ ചുമ്മാ കുറച്ച് സെൽഫി ഒക്കെ എടുത്ത് ബാക്കിലൊക്കെ കോട ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, ഇത്രയും കോട. ബാക്കിൽ ചെറുതായിട്ടല്ലേ കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ മതി. ഇപ്പോൾ കാണാം ബാക്കിൽ കോട, ഗംഭീര കോട കാണാം. ഞങ്ങളിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടി അവിടെ 15 മിനിറ്റോളം ഫുഡ് കഴിക്കാൻ നിർത്തി. പിന്നെ അവിടുത്തെ വണ്ടി എടുത്തു. ഫുൾ കോട, ഭയങ്കര കാഴ്ച. നമ്മൾ ബസ്സിലാവുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും. നമ്മൾ സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് പലയിടത്തും നിർത്തി ആ ഒരു ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാം. എന്നാലും രണ്ടൊരു എക്സ്പീരിയൻസ് ആണ്. ബസ്സിൽ പോകുമ്പോൾ വേറെ എക്സ്പീരിയൻസ്. നമ്മൾ ഒരു റിസ്ക് കുറവാണ്. അപ്പോൾ ഈ കാട്ടിലേക്ക് പോകുമ്പോൾ ആന സംഭവങ്ങളൊക്കെ പോകുമ്പോൾ ഒരു റിസ്ക് ഉണ്ട്. ഇതിൽ പോകുമ്പോൾ അങ്ങനെ റിസ്ക് കുറവാണ്. നമ്മൾ വണ്ടി ബസ്സിലെല്ലാം ഇരിക്കുന്നത്. മഴയും ചാറുണ്ട്. ഗംഭീര കോട. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയും തുടങ്ങി. ഗംഭീര മഴ. ഗ്ലാസ്സൊക്കെ കയറ്റി അങ്ങനെ ഇരുന്നു. നല്ല ഇരുന്നങ്ങനെ ഉറങ്ങിപ്പോവും ആ ലെവലിൽ. മഴ പെയ്യുമ്പോൾ അങ്ങോട്ടൊരു വ്യൂ നമുക്ക് അങ്ങനെയാണ് കിട്ടില്ല. ഞങ്ങളങ്ങനെ തിരിച്ച് വാഴച്ചാലെത്തി. ഇരുമ്പ് പാലാണ്. ഞങ്ങൾ വാഴച്ചാലെത്തി. അങ്ങനെ ഞങ്ങളൊരു ഏകദേശം ഒരു 5 മണിയോടുകൂടി ചാലക്കുടി എത്തി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ചീനിക്കാസ് ബസ്സിലുള്ള യാത്ര. ഞങ്ങൾ കബാലിനെ പ്രതീക്ഷിച്ചു, പക്ഷേ
കബാലിനെ കാണാൻ പറ്റില്ല. ചാർപ്പ അതിസുന്ദരിയായി തണുപ്പെന്ന് പറയാനായിട്ട് ഇതിൽ സാധനം ബ്ലോക്ക് ചെയ്തിട്ടേ മടവിൽ പാരെന്ന് പറഞ്ഞിട്ട്